നമുക്ക് ചേർന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യം. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, നാണം കെട്ടവളോ അവൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വം. ഒരു വാക്യം കൂടി നമുക്കതിന് കൂടെ ചേർന്ന് വായിക്കാം. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാനായിരിപ്പീൻ, അങ്ങനെ അതിനെ ത്യജിച്ച് കളയരുത്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലുള്ള വാളാണ്. അത് ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. അത് ഹൃദയത്തിനകത്ത് ആഴമായി ഇറങ്ങിയാൽ അത് വേർമുളയ്ക്കും, അത് ഫലമുള്ളതായി പുറത്തു വരും. ഒരു ചെവി കൊണ്ട് കേട്ട് അടുത്ത ചെവിയുള്ള കളയുകയാണെങ്കിൽ അതൊരിക്കലും ഫലവത്തായി തീരുകയില്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകും. സ്വത്രം. അപ്പം ഈ ഭൂതലത്തിൽ നാം പാർക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാനും ദൈവിക സന്തോഷം പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്രയെ മുൻപോട്ട് നയിക്കുവാനുമാണ്. സദൃശ്യവാക്യങ്ങൾ വ്യക്തമായി വിളിച്ചു പറയുന്നത് ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. സ്വത്രം. എന്ത് നിലവാരത്തിലും ഏത് സാഹചര്യത്തിലും ആരെ ചതിച്ചും ആരെ കളിപ്പിച്ചും ആരെ വെട്ടിച്ചും ആരെ ദ്രോഹിച്ചും സ്വന്തം താല്പര്യങ്ങൾക്കു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ പലതും ആദ്യമൊക്കെ അവന് ശുഭമായി തോന്നിയാലും പിന്നത്തേതിൽ അത് വലിയ കണിയും കെണിയുമായി അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന സ്വസ്ഥത കെടുന്ന അനുഭവമായി തീരുവാൻ കാരണം മറ്റൊരുവൻ്റെ നിലവിളി, മറ്റൊരുവൻ്റെ കണ്ണുനീർ. ദൈവപ്പൈതലെ, നിൻ്റെ മേൽ വീഴാൻ നീ ഇട ഒരുക്കരുത്. അങ്ങനെ ഇട ഒരുക്കിയാൽ നിൻ്റെ സന്തോഷം ദുഃഖമായി മാറുന്നത് അധികം വേഗത്തിലായിരിക്കും. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് നീതിമാന്മാരുടെ വേര് ഇളകിപ്പോകത്തില്ല. സ്വത്രം. നമ്മളിങ്ങനെ തമാശ രൂപേണ നമ്മൾ അറിയാതെയാണെന്ന് പറയുന്നത്, പക്ഷേ സത്യത്തിൽ അതല്ല. ദുഷ്ടൻ്റെ ഉയർച്ച സ്വത്രം വളരെ വേഗത്തിലാണ്. സ്വത്രം. ദുഷ്ടൻ പന പോലെ ഉയരും. സ്വത്രം. അവൻ തഴച്ചു വളരും. പക്ഷെ ബൈബിളിൽ എങ്ങും അങ്ങനൊരു വാക്യം പറഞ്ഞിട്ടില്ല. നീതിമാൻ പന പോലെ വളരും, ദേവദാരു പോലെ വളരും. സ്വത്രം. ദുഷ്ടൻ വളരുമെന്നല്ല പറഞ്ഞത്, ദുഷ്ടൻ തളരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ സത്യവചനത്തെ കൊട്ടിവളച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ഉപയോഗിക്കുമ്പോൾ പല സത്യങ്ങളും മിഥ്യയായി മാറുകയാണ്. ഇവിടെ വ്യക്തമായി പറയും നീതിമാന്മാരുടെ വേര് ഇളകിപ്പോകില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടമാണെന്ന്. ഇന്ന് രാത്രികാലം എനിക്ക് സ്ത്രീകളെക്കുറിച്ചാണ് പറയുവാനുള്ളത്. സ്വത്രം. തിരുവെഴുത്തിനകത്ത് അനേക സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വത്രം. നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ, ദൈവത്തിൻ്റെ ആലോചന കേട്ട് യാത്ര ചെയ്ത രൂത്ത്, ദൈവത്തോട് കൂടെ നടന്ന എസ്തേർ, ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിച്ച ഹന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്ത മറിയ, ഇങ്ങനെ അനേക സഹോദരിമാരെ വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ളത്, സാമർഥ്യമുള്ള സ്ത്രീയെ ആർക്ക് കിട്ടും? സ്വത്രം. അവൾ ദൈവത്തിന് മഹത്വമുള്ളവളായി മാറുന്നത് എങ്ങനെ ദൈവം അവളിൽ പ്രസാദിക്കും? സ്വത്രം. ഇന്ന് രാത്രിക്കാലം അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നോക്കാം. സ്വത്രം. നമുക്ക് വായിക്കാം സങ്കീർത്തനം 128:3. സ്വത്രം. സങ്കീർത്തനം 128:3. നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും. സ്വത്രം. നോക്ക്, ഒരു ഭാര്യയ്ക്ക് തൻ്റെ കുടുംബത്തിനകത്ത് വലിയൊരു ദൗത്യം ചെയ്തെടുക്കാനുണ്ട്. ഒരു ഭാര്യ വിചാരിച്ചാൽ ഒരു കുടുംബത്തെ നന്നാക്കാനും കഴിയും, നശിപ്പിക്കാനും കഴിയും.
ഒരു വ്യക്തിയെ നന്നാക്കാനും കഴിയും, നശിപ്പിക്കാനും കഴിയും. ഒരു സ്ത്രീ വിചാരിച്ചാൽ സ്വത്രം ഒരു മനുഷ്യനെ കൊലക്കയറിനകത്തോട്ട് കയറ്റാനും പറ്റും, കൊലക്കാരിൽ നിന്ന് രക്ഷിക്കാനും പറ്റും. വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, മനുഷ്യൻ്റെ സകല പാപത്തിനും കാരണം സ്തോത്രം ഒരു സ്ത്രീയാണ്. സ്വത്രം അങ്ങനെ ആ പാപത്തിൻ്റെ മോചനത്തിന് കാരണവും ആ സ്ത്രീ തന്നെയാണ്. ഇന്ന് രാത്രിക്കാലം എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് ആരൊക്കെ ദൈവസേനയിൽ തങ്ങളെ തന്നെ സ്വയം താഴ്ത്തി കൊടുക്കുന്നുവോ തക്ക സമയത്ത് ദൈവം തൻ്റെ ബലമുള്ള കരത്തിൽ അവരെ ഉയർത്തി മാനിക്കും. നോക്ക്, ഇവിടെ പറയുന്ന സ്ത്രീയെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് സ്വത്രം എന്താണ്? അതിൻ്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. സ്വത്രം വായിച്ചോ. സ്വത്രം യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ ഭാര്യ, ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ഭാര്യ, ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഭാര്യ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഭാര്യ സ്വത്രം വീടിനകത്ത് ചൊറിയണത്തിൻ്റെ അനുഭവത്തിൽ ഇരിക്കത്തില്ല. അവൾ ദൈവ ഭയമുള്ളവളായി ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാനിടയായി തീരും, കുടുംബത്തിനകത്ത് നിൽക്കാനിടയായി തീരും, ദേശത്ത് നിൽക്കാനിടയായി തീരും, സഹോദരങ്ങളുടെ നിൽക്കാനിടയായി തീരും, സ്വത്രം ചുറ്റുപാടുകളിൽ നിൽക്കാനിടയായി തീരും. എന്നാൽ ദൈവഭയമില്ലാത്ത പുരുഷൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ദൈവത്തിനും ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും വിരോധമായി മാറ്റപ്പെടും. എന്നാൽ ഇവിടെ പറയുന്ന സ്വത്രം നല്ല ഭാര്യയെക്കുറിച്ചാണ്. സ്വത്രം നല്ല ഭാര്യ നീതിമാൻ്റെ തലയ്ക്ക് എണ്ണയായി വരുമെന്ന തിരുവെഴുത്തിൽ നാം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. സ്വത്രം അങ്ങനെയാണെങ്കിൽ ആ നല്ല ഭാര്യയുടെ ഗുണം എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ വേറെ എങ്ങും പോയി അന്വേഷിക്കേണ്ട, വീടിനകത്ത് ഓടി നടക്കുന്ന പൂച്ചയോട് ചോദിച്ചാൽ മതി. ആ പൂച്ച പറയും അമ്മാമ്മ ശരിയാണോ തെറ്റാണോ എന്ന്. സ്വത്രം കാരണം പൂച്ച മീൻ വെട്ടുമ്പം സ്വത്രം മീനിൻ്റെ അടുക്ക വന്നിരുന്ന് സ്വത്രം കരഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഈ മീനിൻ്റെ വാട ഏത് പൂച്ച കേട്ടാലും സ്വത്രം അത് അതിനടുത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. നല്ല അമ്മാമ്മയാണെങ്കിൽ ആ പൂച്ചയുടെ കരച്ചിൽ മാറ്റാൻ ഒരു മീനിൻ്റെ തല വെട്ടി അതിന് ഇട്ട് കൊടുക്കും. ആ നല്ല അമ്മാമ്മ അല്ലെങ്കിൽ ചീത്തയെ പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന ഇരുമ്പിൻ്റെ മാട് പിടിച്ച് എൻ്റെ തലയ്ക്ക് അടിക്കും. സ്വത്രം അങ്ങനെ അടിക്കുമ്പോൾ ആ പൂച്ച പറയും ഇതുപോലെ ഒരു നശിച്ച അമ്മാമ്മ വേറെയില്ല, എന്നെ കൊണ്ടുവന്ന് എന്നെ വളർത്തിയിട്ട് എനിക്ക് തീറ്റി തന്നിട്ട് എന്നെ അടിച്ച് ശരിയാക്കിയെന്ന് പറയും. സ്വത്രം എന്നാൽ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, നല്ല അമ്മാമ്മ അത് ചെയ്യത്തില്ല. സ്വത്രം ഇനി അച്ചായനോട് സ്വത്രം അച്ചായൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് അതിന് മറുപടി പറയാതെ മറ്റൊന്ന് പറയുന്ന സ്വത്രം സഹോദരിമാരുണ്ട്. സ്വത്രം ഞാൻ വ്യക്തമായി പറയട്ടെ, ദൈവഭയമുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സഹോദരി, ഒരമ്മാമ്മ ഒരിക്കലും അച്ചായൻ്റെ തലയായി മാറത്തില്ല. അച്ചായൻ തലയായിരിക്കും, അമ്മാമ്മ തലയ്ക്ക് താഴെ നിൽക്കും. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മൊത്തവും സ്വത്രം പാവപ്പെട്ട അച്ചായന്മാർ വീട്ടിലെ ഭാര്യമാരും ഭാര്യമാർ വീട്ടിലെ ഭർത്താക്കന്മാരുമാണ്. അത് കാരണം ആ കുടുംബം മൊത്തം നശിച്ചു കുപ്പക്കുന്നായിക്കൊണ്ടിരിക്കുക. ഇത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വത്രം ഇത് ഞാനല്ല, ആ പന്ന പിശാചാണ്. ശരിയാ, ആ പിശാച് അന്ന് ചെയ്ത പണിയാണ് ഇന്നും ഭാര്യമാരുടെ കൂടെ നിൽക്കുന്നത്. സ്വത്രം എങ്ങനെയെല്ലാം നന്നാവാൻ ശ്രമിച്ചാലും പിശാച് നന്നാകാൻ വിടത്തില്ല. കാരണം പിശാച് എപ്പോഴും ലോകമോഹത്തെയാണ് അമ്മമാരുടെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. സ്വത്രം ഇങ്ങനെ പറയും, നീ അവളെ കണ്ടോ, നീ ഇവളെ കണ്ടോ, നീ അവരെ കണ്ടോ, നീ ഇവരെ കണ്ടോ. സ്വത്രം കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുന്നത്, അവിടെ ഇവിടെ നോക്കിയാൽ നീ ദൈവമഹത്വം കാണത്തില്ല. ദൈവമഹത്വം കാണണമെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് വരണമെങ്കിൽ നീ ദൈവത്തെ കാണണം. സ്വത്രം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ ദൈവമഹത്വം കാണും. നിൻ്റെ ജീവിതത്തിൽ സന്തോഷവും ഉല്ലാസത്തിനും ജയത്തിൻ്റെ ഘോഷം ഉയരുന്നത് നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും. സ്വത്രം വ്യക്തമായി പറയട്ടെ, ഇവിടെ പറയുന്നു നിൻ്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും. സ്വത്രം ഇന്നത്തെ ഭാര്യമാരെ നമ്മളൊന്ന് എടുത്തു പഠിച്ചാൽ നല്ല ചൊറിയണത്തിൻ്റെ അനുഭവമാണ്. കാരണം ആര് പറഞ്ഞാലും അംഗീകരിക്കത്തുമില്ല, എന്ത് പറഞ്ഞാലും കേൾക്കത്തുമില്ല. താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് സ്വത്രം അതിനെ 3 കൊമ്പെന്ന് സമർത്ഥിക്കുന്ന സമയം വരെയും ഇല്ലാത്ത വിഷയങ്ങളുണ്ടാക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത്, നല്ല ഭാര്യയെ തിരിച്ചറിയണമെങ്കിൽ അവളുടെ പ്രാർത്ഥന കേട്ടാൽ മതി, അവളുടെ ആരാധന കണ്ടാൽ മതി, അവളുടെ പാട്ട് കേട്ടാൽ മതി, അവൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരം കേട്ടാൽ മതി. അപ്പം തിരിച്ചറിയാം ഇവൾ നല്ലവളാണോ മോശക്കാരിയാണോ എന്ന്. സ്വത്രം വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. സ്വത്രം നിൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ അനുഭവം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മധുരകരമായ അനുഭവം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞെ നീ ആദ്യം ശരിയാവണം. സ്വത്രം
എന്ന് പറഞ്ഞാൽ ഭർത്താവ് ശരിയാവണം. ഭർത്താവ് ശരിയാകുമ്പോൾ ഭാര്യയും ശരിയാകും. ഇത് ഭർത്താവ് ശരിയാവത്തിടത്തോളം കാലം ഭാര്യയും ശരിയാവത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മക്കൾ വഴിയാധാരമായി പോകുക. ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ അനുസരണം കെട്ടവരായി പോകുന്നെങ്കിൽ സ്തോത്രം, ആ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട കടമ സ്തോത്രം ആർക്കുള്ളതാണെന്നറിയാമോ? വീട്ടിലിരിക്കുന്ന മാതാവിനുള്ളതാ. സ്തോത്രം. അന്ന് ചോദിക്കും, പിതാവിനൊരു കടമയില്ലയോ, കടപ്പാടുമില്ലയോ? പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് തൈലവെള്ളവും കുടിച്ചുകൊണ്ട് പിതാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് അവർക്കൊരു നന്മയ്ക്ക് വേണ്ടി ഓടുമ്പം വീടിനകത്ത് സകല കാര്യങ്ങളും ക്രമീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലെ അമ്മാമ്മയാണ്. സ്തോത്രം. ആ അമ്മാമ്മ മക്കളുടെ കാര്യങ്ങൾ നോക്കി, വീട്ടിലെ കാര്യങ്ങൾ നോക്കി, സ്തോത്രം, കുടുംബത്തിനകത്തെ കാര്യങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങളൂടെ ചെയ്ത് വന്നാൽ ഒരിക്കലും വീടിനകത്തൊരു കലഹമുണ്ടാവത്തില്ല, വീടിനകത്തൊരു അസമാധാനം ഉണ്ടാകത്തില്ല, വീടിനകത്തൊരു നന്മ കുറയത്തില്ല. എന്നാൽ അച്ചായൻ ഇറങ്ങുന്നതിന് മുമ്പേ അമ്മാമ്മ ഇറങ്ങും. സ്വത്രം. അമ്മാമ്മ അച്ചായൻ വന്നാലും അമ്മാമ്മ തിരിച്ചു വരത്തില്ല. എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലുറപ്പിന് പോയെന്ന് പറയും. സ്വത്രം. തൊഴിലുറപ്പിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീടിനകം മൊത്തം പട്ടിണിയും കുപ്പക്കൊന്നും. സ്വത്രം. ഞാൻ തെറ്റല്ല പറയുന്നു. സ്വത്രം. അനേക കുടുംബങ്ങളുടെ തലമുറകൾ, അനേക കുടുംബങ്ങളിൽ തകർന്നടിയുന്നത് സ്വത്രം സർക്കാർ കൊടുത്ത ബ്രാൻഡിയും കുടിച്ചുകൊണ്ട് സഹോദരന്മാർ ഓടയിലും വീട്ടിലും ക്കുന്നത്. സ്വത്രം. വീടിനകത്തെ സഹോദരിമാർ വീടിനകത്ത് ദൈവഭയത്തോടെ തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് വീടിനകത്തിരുന്ന് അവർക്ക് വേണ്ട വെച്ചുകൊടുത്ത് ദൈവത്തെ പാടി സ്തുതിക്കാൻ സമയമില്ലാതെ പോകുന്നത് കൊണ്ട് ആരെന്ത് പറഞ്ഞാലും സത്യം അതാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം വീടിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഈ ഒരൊറ്റ കാരണത്താൽ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. സ്വത്രം. പണം എല്ലാറ്റിനും ആവശ്യമാണ്. സ്വത്രം. പണമില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും നമുക്ക് സമ്പാദിക്കാൻ കഴിയത്തില്ല, ഒന്നും നമുക്ക് നേടാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം തരാത്ത പണവും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പണവും നമ്മുടെ കരത്തിൽ വരാൻ വേണ്ടി നമ്മൾ ദൈവത്തെ മറന്നോടുമ്പോൾ വ്യക്തമായി തിരിച്ചറിയണം, ആ പണം കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതെ പോകും. സ്വത്രം. ഞാനിങ്ങനെ വ്യക്തമായി പറയട്ടെ, ഇന്ന് രോഗമില്ലാത്ത വ്യക്തികൾ ചുരുക്കമാണ്. അതിൽ ഏറ്റവും കൂടുതൽ രോഗികൾ സ്ത്രീകളാണ്. സ്വത്രം. അതിന് കുറച്ച് പേര് മാത്രമേ പുരുഷന്മാരുള്ളൂ. സ്വത്രം. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്രം, തായ്തടി തെറ്റിപ്പോയാൽ തന്തത്തടിവിനെ തെറ്റാതിരിക്കുമോ എന്നിങ്ങനെ പണ്ടുള്ള അപ്പച്ചന്മാരോ ഇപ്പോഴുള്ള അപ്പച്ചന്മാർ പറയുന്നത് എന്തോന്ന് എനിക്ക് അറിയത്തില്ല. സ്വത്രം. തായ്തടി തെറ്റിപ്പോയാൽ തന്തപ്പടിയും തെറ്റിപ്പോകും. സ്വത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാം ആണ് ആദ്യം തിരിച്ചറിയേണ്ടത്, എൻ്റെ കുടുംബം എനിക്ക് ദൈവം തന്നതാ, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം തന്നതാ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും ദേശത്ത് അലഞ്ഞ് നടക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എൻ്റെ കൂട്ടാളിയും എൻ്റെ കുഞ്ഞുങ്ങളെയും നേർവഴി നടത്തും. കർത്താവേ, നിനക്കതിന് മനസ്സുണ്ടാകണമെന്ന് പറഞ്ഞ് മാറിയിരുന്ന് ദൈവസനെ കരയാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി ഞാൻ പറയാം, പ്രിയ മാതാവേ, നിൻ്റെ തലമുറയും നിൻ്റെ കൂട്ടാളിയും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിൻ്റെ വീടിനകം കുപ്പക്കുന്നായി മാറത്തില്ല. നിൻ്റെ നന്മ ഒരു വൈദ്യനും കൊണ്ടുപോകുവാൻ സ്വർഗം വിട്ടുകൊടുക്കത്തില്ല. നിൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. സ്വത്രം. പണ്ട് നാം മനസ്സിലാക്കണം, പണ്ടുള്ള വീടുകളിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ദൈവവചനം കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ച അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇന്നും ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഉടുക്കാനൊരു നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല, കഴിപ്പാൻ നല്ലൊരു ആഹാരമുണ്ടായിരുന്നില്ല, കിടക്കാൻ നല്ലൊരു വീടുണ്ടായിരുന്നില്ല, യാത്ര ചെയ്യാൻ നല്ലൊരു വാഹനമുണ്ടായിരുന്നില്ല, നടന്ന് പോകുമ്പോൾ കാലിലിടാൻ ഒരു ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. എന്തിന് പറയുന്നു? ഒരു ഉടുതുണി മാറി ഉടുക്കാനുണ്ടായിരുന്നില്ല. അന്ന് പട്ടിണിയും ദാരിദ്ര്യം നിൽക്കുമ്പോഴും സമാധാനമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം സന്ധ്യ മയങ്ങി വീട്ടിൽ വരുമ്പം ഭാര്യ ഉള്ളത് തിളപ്പിച്ച് അച്ചായന് കൊണ്ടു കൊടുക്കാൻ അവിടെ കാണുമായിരുന്നു. സ്വത്രം. മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ മക്കളെ ചേർത്ത് പിടിച്ച് അവരെ മുഖത്ത് കരിവാളിപ്പൊക്കെ തുടച്ചു മാറ്റിട്ട് മക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കാൻ അമ്മച്ചി വീട്ടിലുണ്ടാകുമായിരുന്നു. സ്വത്രം. ആ മക്കളൊന്നും നഷ്ടപ്പെട്ടു പോയില്ല, ആ കുടുംബമൊന്നും തകർന്നു പോയില്ല. ഇന്ന് ഇഷ്ടം പോലെ പണമുണ്ടല്ലോ അവർക്ക്. സ്വത്രം. ആ പണം കൈ വരുന്നത് കൊണ്ട് ആരെക്കുറിച്ച് ഓർമ്മയില്ലെന്നറിയാമോ? സ്വന്തം കൂട്ടാളിയെക്കുറിച്ച് ഓർമ്മയില്ല, സ്വന്തം കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർമ്മയില്ല, ദൈവത്തെ ഒട്ടും ഓർമ്മയില്ല. സ്വത്രം.
എന്നാൽ എന്തെങ്കിലും ഒരു കുരിശ് വന്ന് വീഴുമ്പം അയ്യോ ദൈവമേ എന്നും പറഞ്ഞ് വിളിക്കും. ഇതെവിടെ തുടങ്ങിയതാണെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ സ്വത്രം സർവശക്തനായ ദൈവം ആക്കി വെച്ച ആദമും ഹവ്വയും സ്വത്രം ദൈവത്തോട് കൂടെ നടന്നവർ. സ്വത്രം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞ് ഇങ്ങനെയാണ്. സ്വത്രം നമ്മുടെ ഈ കല്യാണ പന്തലിലൊക്കെ ചെറുക്കനെ പെണ്ണിനെ നിർത്തിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ചെറുക്കൻ്റെ കയ്യിൽ പിടിച്ച് പെണ്ണിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും, സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും സന്തോഷത്തിലും താഴ്ചയിലും ഉയർച്ചയിലും സ്വത്രം നിൻ്റെ ഭാര്യയെ നിന്നോടുകൂടെ ചേർത്ത് പിടിച്ചോണം, അവളെ ഇട്ടേച്ചെങ്ങും പോകരുത്. സ്വത്രം. എന്നിട്ട് ഭാര്യയോട് തിരിച്ചും പറയും, സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും സന്തോഷത്തിലും നിൻ്റെ അച്ചായനെ വിട്ടേച്ച് നീ എങ്ങും പോകരുത്, അച്ചായനില്ലാതെ എങ്ങും പോകരുത്. സ്വത്രം. ഇത് അന്ന് പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. സ്വത്രം. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം ഇതെടുത്തോ എന്ന് പറഞ്ഞു. സ്വത്രം. ദൈവം ഒന്നിനും കുറവ് വരുത്തിയില്ല, ഒരു കുറവും അവർക്ക് കൊടുത്തില്ല. നമ്മൾ പറയും സ്വത്രം, ഇത്രയും നല്ല ദൈവം, ഇത്രയും നല്ല ദൈവം എന്തിനാ പിന്നെ ആ വൃക്ഷം അവിടെ കൊണ്ട് നട്ടത്? അതുകൊണ്ടല്ലേ മനുഷ്യൻ അത് തിന്നേണ്ടി വന്നത്? മാത്രമല്ല അവിടെ ഇഷ്ടം പോലെ വൃക്ഷങ്ങളുണ്ട്. ദൈവം ഇതിനെക്കുറിച്ച് മാത്രം എന്തിനാ പറഞ്ഞത്? അതങ്ങ് നടാതിരുന്നാൽ പോരായിരുന്നോ? സ്വത്രം. ഇങ്ങനെ ചോദിക്കുന്ന ഒരാളുണ്ട്. അതിന് ഉത്തരം പറയുന്ന സമയമല്ല, ഇതുകൊണ്ട് ഞാൻ ഉത്തരം പറയുന്നില്ല. അത് വിശുദ്ധ ബൈബിൾ വായിച്ചാൽ അത് തിരിച്ചറിയാൻ കഴിയും. സ്വത്രം. ഇന്ന് പകൽക്കാലം എന്നോടൊരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ ദിവസം പാസ്റ്ററെ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, 12ാമത്തെ വയസ്സുവരെ യേശു കർത്താവ് പള്ളിയിൽ പോയതായിട്ട് അറിയുന്നു, 12 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സ് വരെ യേശു എവിടെയായിരുന്നു എന്ന് ഒരറിവുമില്ലെന്ന്. സ്വത്രം. അപ്പോൾ ഈ ഇതിനിടയിലുള്ള സമയം തപ്പിയിട്ട് അവന് കിട്ടിയില്ല. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞു, ആ പുള്ളിക്കാരൻ എന്നിട്ട് ബൈബിളിനകത്ത് റെഫറൻസ് ഒക്കെ എടുത്ത് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ആ പുള്ളിയെ ഇത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. സ്വത്രം. കാരണം ഇരുട്ടി തപ്പിയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല, വെളിച്ചം കത്തിച്ച് വെച്ച് തപ്പണം, അന്നേരം കാണാൻ പറ്റും. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ഇതുപോലെ ചില ഉടക്ക് ന്യായങ്ങളും കൊണ്ട് ഒരുപാട് പേര് വരാറുണ്ട്. അതിന് ഉത്തരം പറയേണ്ട സമയങ്ങൾ പലതും കഴിഞ്ഞുപോയി. വിശുദ്ധ ബൈബിളിൽ എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. നോക്ക്, പറഞ്ഞതനുസരിക്കാതെ ആദം എവിടെ പോയി? അമ്മാമയും വിട്ടേച്ച് മയിലിൻ്റെയും കുയിലിൻ്റെയും പുറവേ പോയി. അത്ര ആ സമയം നോക്കി അമ്മാമ തോട്ടം ചുറ്റി കറങ്ങാനിറങ്ങി. സ്വത്രം. കറങ്ങി 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 വന്നപ്പോൾ ദേണ്ട്ര വേലിക്കപ്പുറത്തൊരുത്തം നിന്ന് ചിരിക്കുന്നു. സ്വത്രം. ആ ചിരി കണ്ടപ്പോൾ അമ്മാമയ്ക്കും ചിരി വന്നു. സ്വത്രം. ഒറ്റ ചോദ്യം ചോദിച്ചു, മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ സഹോദരി. സഹോദരി ഇവിടെ പുതിയതാണോ? സ്വത്രം. ആ, ഞാൻ പുതിയതാ. വേറെ ആരും ഇല്ലയോ? സ്വത്രം. ബിയായിൻ്റെ പരിപാടി ഇങ്ങനെ തുടങ്ങുന്നത്, പതിയെ മാന്താൻ തുടങ്ങും, കുറച്ച് മാന്താൻ തുടങ്ങും. മാന്തി 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 വേലിക്കല്ല് ഇളക്കി. സ്വത്രം. വേലിക്കല്ല് കുലുക്കി ഇളക്കി അവസാനം വേലിക്കല്ല് എടുത്ത് മാറ്റിക്കാനുള്ള പരിപാടി ഒപ്പിക്കും. അങ്ങനെ ചുരുക്കം പറയാൻ അമ്മാമ്മയെ വളച്ചെടുത്ത് കഴിഞ്ഞപ്പം അവൻ ഓരോ നല്ല നല്ല സന്തോഷ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. ആഹാ, ചേച്ചി കൊള്ളാമല്ലോ, ചേച്ചിയുടെ സൗന്ദര്യം സൂപ്പറാണ്, ചേച്ചിയുടെ മുടി നല്ലതാണ്, ചേച്ചി നടക്കുന്ന നല്ല അന്നനടയാണ്. ഇതൊക്കെ കേട്ടപ്പോഴത്തെ ചേച്ചി അങ്ങ് പൊങ്ങി. ഇതുപോലെ നിന്നെ പൊക്കും പലരും. സ്വത്രം. നിൻ്റെ സാരി കൊള്ളാം, നിൻ്റെ ബ്ലൗസ് കൊള്ളാം, നിൻ്റെ വണ്ടി കൊള്ളാം, നിൻ്റെ ചെരുപ്പ് കൊള്ളാം, നിൻ്റെ വീട് കൊള്ളാം, നീ നട്ടിരിക്കുന്ന ചെടി കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പൊക്കുമ്പോൾ എന്നിട്ട് ഒരൊറ്റ കാര്യം കൂട്ടത്തിൽ പറയും, മേരിക്കുട്ടിയുടെ വീട്ടിൽ ഇല്ലാത്ത നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അതുണ്ടല്ലോ സൂപ്പറാ. ഇത്രയും നേരം പറഞ്ഞതെല്ലാം അമ്മാമ്മ ഇഷ്ടപ്പെട്ട സൂപ്പറെന്ന് കേട്ടപ്പം അമ്മാമ്മയുടെ സ്വഭാവം മാറി. സ്വത്രം. അങ്ങനെയാണെങ്കിൽ മേരിക്കുട്ടിയുടെ വീട്ടിൽ നിൽക്കുന്ന സൂപ്പർ എനിക്ക് വേണം. സ്വത്രം. സാത്താൻ പറഞ്ഞു, സ്വത്രം, ഒറ്റ കാര്യമുള്ള, നീ മേരിക്കുട്ടിയുടെ വീട്ടിലോട്ട് നോക്കിയേ വേണ്ട, ആ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം ഒന്ന് തിന്നാൽ നീ സൂപ്പറാവും. സ്വത്രം. നിന്നെ സൂപ്പറാക്കാനും ഡൂപ്പറാക്കാനും ഒരുപാട് പേര് പുറകിലും മുമ്പിലും ഉണ്ട്. അത് കേട്ടോണ്ട് ദൈവത്തെ വിട്ട്, ദൈവവചനം വിട്ട്, ദൈവിക കൂട്ടായ്മ വിട്ട്, ദൈവസഭ വിട്ട്, കുടുംബത്തെ വിട്ട്, കൂട്ടാളിയെ വിട്ട്, കുഞ്ഞുങ്ങളെ വിട്ട് നീ നേടാൻ ഓടുന്ന ഓട്ടത്തിൽ നീ വീഴും. നീ രക്ഷ പ്രാപിക്കത്തില്ല, നീ തകർന്നു പോകും. അവിടുന്ന് രക്ഷപ്പെടുത്താൻ നിന്നെ ഓടിച്ചവരും കാണത്തില്ല, നിന്റെ കൂടെ ഓടാൻ നിന്നവരും കാണത്തില്ല, നിനക്ക് കൈയടിച്ച് വിസിലടിക്കാൻ നിന്നവരും കാണത്തില്ല. തിരിച്ചറി. അതുകൊണ്ട് നീ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം അത് ദൈവത്തിന് മാത്രമായിരിക്കട്ടെ. നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. സ്വത്രം. അമ്മാമ സൗന്ദര്യം ഒന്ന് വർദ്ധിക്കണം, ദൈവത്തെ പോലെ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച്
പഴം പറിച്ചങ്ങ് തിന്നു. നല്ല കാര്യമാണ്. സ്വത്രം. അന്ന് വരെ തിന്നാത്ത പഴം, നല്ല ടേസ്റ്റുള്ള പഴം, നല്ല മധുരമുള്ള പഴം. സ്വത്രം. അത് തിന്നു കഴിഞ്ഞപ്പോൾ അമ്മാമ്മയ്ക്കൊരാഗ്രഹം, ഞാൻ മാത്രം തിന്നാൽ പോരല്ലോ, എൻ്റെ അച്ചാനും കൂടി ഇരിക്കട്ടെ. സ്വത്രം. കൊണ്ടുവന്ന് അച്ചാൻ ഇങ്ങനെ ഉറങ്ങിക്കിടന്ന് അച്ചാനെ തല്ലി എഴുന്നേപ്പിച്ച്. അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ആരും എൻ്റെ കൊങ്ങ കയറി പിടിക്കല്ലേ. സ്വത്രം. ഏതായാലും അച്ചാനെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. സ്വത്രം. അച്ചാനെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അച്ഛാ ദൈവം നമ്മളെ കളിപ്പിച്ചല്ലോ അച്ഛാ. സ്വത്രം. നല്ല മധുരവാച്ചാ ഈ പഴത്തിന്. അച്ഛാ ഇത് ഇത്രയും നല്ല രുചിയുള്ള സാധനം ഞാൻ അറിഞ്ഞില്ല അച്ഛാ. അച്ഛാൻ തിന്നച്ചാ. അച്ഛാനത് വാങ്ങിച്ച് തിന്ന്. അച്ഛാൻ അറിഞ്ഞില്ല അച്ഛാനെ കൂടെ കൊല്ലിക്കാനുള്ള പരിപാടിയാണ് ഈ സഹോദരി ചെയ്യുന്നത്. കാരണം സഹോദരിയോ നശിച്ച്, എന്നാൽ മറ്റുള്ളവരെ കൊണ്ട് നശിപ്പിക്കാതിരിക്കണ്ടായോ, സഹോദരി അച്ചായനെയും കൊണ്ടുവന്ന് കൊടുത്ത്. അച്ചായനും തിന്നു. സ്വത്രം. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് സ്വത്രം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് സ്വത്രം അവനോട് കൂടെ നിൽപ്പാൻ നീ തയ്യാറായാൽ നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കയില്ല. നിൻ്റെ കൂട്ടാളി നിന്നോട് കൂടെ നിൽക്കും. നീ ദൈവത്തോട് കൂടെ നിന്നാൽ ദൈവം നിൻ്റെ കൂടെ നിൽക്കും. നിൻ്റെ കൂട്ടാളി നിൻ്റെ കൂടെ നിൽക്കും. നീ ദൈവത്തെ വിട്ടേച്ച് ലോകത്തിലെ മനുഷ്യൻ പറയുന്ന കേട്ട്, ലോകത്തിലെ പിശാച് കാണിക്കുന്നത് കണ്ട് അതിൻ്റെ പിന്നാലെ പോയാൽ നീ മാത്രമല്ല, നിൻ്റെ കൂട്ടാളി മാത്രമല്ല, നിൻ്റെ കുഞ്ഞുങ്ങളും നശിച്ചു പോകത്തേ ഉള്ളൂ, രക്ഷ പ്രാപിക്കത്തില്ല. കാരണം പാപം നിൻ്റെ വാതിൽക്ക് കിടക്കുക. ഏതു നേരത്തും അത് നിന്നെ വിഴുങ്ങിക്കളയുവാൻ അഗ്നിസർപ്പം പോലെ വായി പിളർന്നുകൊണ്ട് നിൻ്റെ മുൻപിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് സകലതും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ താഴ്ത്തിക്കൊടുത്തിട്ട് ദൈവമുഖത്തേക്ക് നോക്കാൻ തയ്യാറുണ്ടെങ്കിൽ നീ താഴ്ചയല്ല, നീ ഉയർച്ച പ്രാപിക്കും. സ്തോത്രം. അച്ചായനും വാങ്ങിച്ച് തിന്നു. സ്വത്രം. തൻ്റെ പ്രിയപ്പെട്ടവൾ കൊണ്ടുവന്നതല്ലേ. സ്വത്രം. ഒരിക്കലും വേണ്ടാന്ന് പറയുന്ന എങ്ങനെ നീ കടന്നുറങ്ങിയാൽ ഇങ്ങനൊക്കെ ഇരിക്കും. നീ ഉറക്കം എണ്ണിക്കുമ്പോൾ നിന്നുള്ള കൃപ വ്യായി കൊണ്ടുപോയിരിക്കും. സ്വത്രം. നിന്നുള്ള ദൈവ സാന്നിധ്യം കൊണ്ടുപോയിരിക്കും. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കും. സ്വത്രം. പലരും പകലെല്ലാം കിടന്നുറങ്ങും, രാത്രി അവർ പണിക്ക് പോകും. സ്വത്രം. രാത്രി പോകുന്ന പണി പലതും പാളിപ്പോകാറുണ്ട്. സ്വത്രം. രാത്രി പോകുന്ന യാത്ര പലതും പൂർത്തീകരണത്തിൽ എത്തിക്കാൻ കഴിയാതെ പിശാച് കൊണ്ട് നശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് പകലുള്ളിടത്തോളം ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ആഗ്രഹിക്കണം. അങ്ങനെ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങാൻ ദൈവം നിന്നെ സഹായിക്കും. സ്വത്രം. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സഹോദരി ഒരിക്കലും തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ കൂട്ടാളിയും ഇട്ടിട്ട് ലോകത്തിൻ്റെ മഹത്വം തേടി ഓടത്തില്ല. സ്വത്രം. ലോകത്തിൻ്റെ മഹത്വം നമുക്ക് വേണം, അത് ദൈവം നമുക്ക് തരും. ദൈവം തരാത്ത ഒരു മഹത്വവും നാം തേടിപ്പോകരുത്. സ്വത്രം. ദൈവം നിനക്ക് വേണ്ടതെന്തോ അത് സമൃദ്ധിയായി തന്നു നിറപ്പാൻ കർത്താവ് മതിയായവനാ. സ്വത്രം. വ്യക്തമായി പറയട്ടെ, യേശുവിൻ്റെ കരുതലുണ്ടല്ലോ, അതാർക്കും വിലമതിക്കാൻ കഴിയാത്തതാ. യേശു നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ നിന്നെ താഴ്ത്തുവാൻ ഒരു വ്യക്തിയുടെ കരത്തിൽ ദൈവം വിട്ടുകൊടുക്കത്തില്ല. രോഗം നിന്നെ കടന്നു പിടിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. സാമ്പത്തിക പ്രതിസന്ധി വന്ന് നീ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്വത്രം. ഇന്ന് 2 മക്കളുമുണ്ട്, 1000ങ്ങളുടെ വരുമാനവുമുണ്ട്. സ്വത്രം. നാം ലോകത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, വാരി വാരി കൂട്ടി 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 അവസാനം അതിൻ്റെ മേള് തത്തിരിപ്പക്ഷി പൊരുന്നിരിക്കുന്ന പോലെ ഇരുന്ന് ശ്വാസം മുട്ടി ചത്തോണ്ടിരിക്കുക. ഒരല്ലേലിയ പറയാമെങ്കിൽ പറ. സ്വത്രം. വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വലിയ ക്യാമറ സെറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷേ തിന്നാൻ നിനക്ക് ഭാഗ്യമില്ല. അതിൽ നിന്ന് സന്തോഷത്തോടെ അനുഭവിച്ച് സുഖമായി കിടന്നുറങ്ങാൻ നിനക്ക് കഴിയുന്നില്ല. 4 പാടുന്നും രോഗത്തിൻ്റെ ബന്ധനങ്ങൾ നിന്നെ കടന്നു പിടിച്ച് കുഞ്ഞുങ്ങളുടെ ഭാവി പഠിച്ച് പൂർത്തീകരിച്ചിട്ട് പോലും ഒരു ഉത്തരം കണ്ടെത്തി കൊടുക്കാൻ കഴിയാതെ വണ്ണം നീ മാനസികവും ശാരീരികവുമായി തകർന്നു വീണിട്ട് നീ കാണുന്നിടത്തും കേൾക്കുന്നിടത്തുമെല്ലാം നേർച്ചയും കാഴ്ച നടത്തി ഓടുമ്പോൾ എൻ്റെ സർവശക്തനായ ദൈവം പറഞ്ഞു, നീ ഓടണ്ട കുഞ്ഞെ, നീ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട്, നീ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഒന്ന് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി ഞാൻ നിന്നെ നിറപ്പാൻ ശക്തനാ. എൻ്റെ യേശു കർത്താവ് മുഖം നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. എൻ്റെ യേശു കർത്താവ് ജാതിയും മതവും നിറവും നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. പണത്തിൻ്റെ ബാഹുല്യം നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്.
നിന്റെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ തകർച്ച നീ ദൈവത്തിന് സന്നിധിയിൽ പകർന്നു കൊടുക്ക്. സ്വർഗം അതിനെ നിറപ്പാൻ ശക്തനാ. എത്ര പണമുണ്ടെങ്കിലും നിന്റെ മനസ്സും ശരീരവും സമാധാനമില്ലാത്തതാണെങ്കിൽ, രോഗവിമുക്തമല്ലെങ്കിൽ നീ നേടിയത് എന്തു പ്രയോജനം? സ്വത്രം. നമ്മുടെ അപ്പച്ചന്മാരെ ഒന്ന് പഠിക്കണം. 12 മക്കളും 15 മക്കളും ഒക്കെ അപ്പച്ചന്മാരായിരുന്നു. അവർക്ക് ആ കുഞ്ഞുങ്ങൾക്കൊരു നല്ലൊരു ആഹാരം വെച്ച് കൊടുക്കാൻ അവരെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ ചിക്കൻ, മട്ടൻ, പിന്നെ ഉലത്തിയത്, കുലുത്തിയത്, കലക്കിയത്, കറക്കിയത്, കുറുക്കിയത് എല്ലാം വാരി തിന്നുക. സ്വത്രം. അപ്പച്ചൻ അത് കണ്ട് വെള്ളം വിഴുങ്ങുക, പാവയ്ക്ക ജ്യൂസ് കുടിക്കുക. എന്നിട്ട് തിന്നിട്ട് ഈ തലമുറ വീട്ടിനകത്തങ്ങനെ കിടക്കുമോ? ഇല്ല, ഓടയിലാണ് കിടക്കുന്നത്, തെരുവീതിലാണ് കിടക്കുന്നത്, ഹൈവേയുടെ സൈഡിലാണ് കിടക്കുന്നത്. തിന്ന് അകത്ത് കൊഴുപ്പ് കയറുമ്പം പിന്നെ ഒന്ന് വലിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സ്വത്രം. ആ വലിക്കുന്ന സാധനം അവൻ്റെ ജീവിതത്തെ തൊലയ്ക്കുന്നതാണ്. സ്വത്രം. അതിനുവേണ്ടി അവൻ അപ്പനെയും കൊല്ലും, അമ്മയെയും കൊല്ലും, പാസ്റ്ററേയും കൊല്ലും, നാട്ടുകാരെയും കൊല്ലും, വീട്ടുകാരെയും കൊല്ലും. കാരണം അവന് വലിക്കണം, അവന് കുടിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലത് കുടിക്കാൻ അവന് മനസ്സില്ല. എന്താ കാരണം എന്നറിയാമോ? നീ പലരെയും കുടിപ്പിച്ചവനാ, നീ പലരെയും കളിപ്പിച്ചവനാ, നീ പലരെയും വെട്ടിച്ചവനാ, നീ പലരെയും തട്ടിച്ചവനാ. അങ്ങനെയാണ് നിൻ്റെ മക്കളും നിന്നോട് അതേ കാണിക്കത്തുള്ളൂ. അത് തിരിച്ചറിയണം. പണ്ടൊക്കെ, ഇന്ന് പകൽക്കാലം ഒരു സഹോദരനോട് പറഞ്ഞൊരു കാര്യമാണ്, പാസ്റ്ററെ പണ്ടൊക്കെ കുറച്ച് താമസിച്ചിട്ടാ ദൈവം പ്രതിഫലം കൊടുത്തിരുന്നത്, ഇപ്പം ദൈവം ഉടനടി അങ്ങ് കൊടുക്കുക. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വത്രം, ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് രക്ഷപ്പെടുന്നില്ല. സ്വത്രം. അവൻ്റെ ദുഷ്ടത അവനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. സ്വത്രം. ഒരു പക്ഷേ ഇപ്പോൾ നന്നായെന്ന് തോന്നാം. അതിന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ കപ്പൽ പ്രമാണിയോട് പറഞ്ഞ്, ഇപ്പം കപ്പൽ കടലിലേക്ക് നങ്കൂരമിടല്ലേ, ഇറക്കല്ലേ. കാറ്റ് ശീതമാനടിക്കുന്നെങ്കിലും അത് കൊടുങ്കാറ്റായി മാറാൻ സാധ്യതയുണ്ട്. സ്വത്രം. നോക്ക്, ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച പൗലോസ് കപ്പിത്താനോട് പറയുമ്പോൾ, കപ്പിത്താനിന് എൻ്റെ ഭാഷയെ പറയുകയാണ്. സ്വത്രം. എൻ്റെ ഭാഷയെ പറയുക. കഴിഞ്ഞ ഒരു ദിവസം വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം പറയുന്നെന്ന് പറഞ്ഞപ്പം ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞ് അത് തെറ്റാണെന്ന്. സ്വത്രം. എൻ്റെ അഭിപ്രായം എനിക്ക് പറയുന്നത്, ഞാൻ അവിടെ തെറ്റ് ശരി നോക്കേണ്ട ആവശ്യം എന്തുവാ? സ്വത്രം. പൗലോസ് പറഞ്ഞ്, കാറ്റു വല്ലാതെ മാറുന്നുണ്ട്, അല്ലയോ കപ്പിത്താനെ, കടലിനകത്ത് കപ്പൽ ഇറക്കല്ലേ, ഈ കരയ്ക്ക് കിടക്കട്ടെ, ഈ കാലം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ആത്മാവുള്ളവൻ പറയുന്നത് പലപ്പോഴും ആരും കേൾക്കാറില്ല. പക്ഷേ പൗലോസിനെ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത്, നീ വരുന്നെങ്കിൽ കയറ്, ഞങ്ങൾ പോവുക. സ്വത്രം. ആ കപ്പലിനകത്ത് പൗലോസും കയറി. സ്വത്രം. കൊടുങ്കാറ്റടിച്ചു. സ്വത്രം. കപ്പൽ തകർന്നു. സ്വത്രം. എല്ലാവരും വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ പോയി. ഇപ്പം വെള്ളത്തിൽ കിടന്ന് അയ്യം വിളിക്കുക. ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുമെന്ന് പണ്ടുള്ള ആരൊക്കെയോ അപ്പച്ചന്മാരും അമ്മച്ചിമാരോ പറഞ്ഞത് അത് സത്യമാണെന്ന് കപ്പിത്താന് കപ്പിത്താന് ബോധ്യം വന്നോ? സ്വത്രം. പിന്നെ ഇങ്ങനെ പറയും, സ്വത്രം, കിട്ടേണ്ടത് കിട്ടുമ്പോഴേ ഉറക്കം വരുമെന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനവും മുതിർന്നവരും മാതാപിതാക്കളും പറയുന്നത് നല്ലതായിരിക്കും. അത് കേട്ടനുസരിക്കാതെ അതിനെ തട്ടിത്തെറിപ്പിച്ചിട്ട് സ്വന്തം ബുദ്ധി അനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിന് ആര് യാത്ര ചെയ്തിട്ടുണ്ടോ അവരെല്ലാം വഴിയിൽ പട്ടുപോയിട്ടേ ഉള്ളൂ. സ്വത്രം. പക്ഷേ ആ വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ആര് നിലവിളിക്കുമോ അവൻ്റെ നിലവിളിക്ക് സ്വർഗം മറുപടി അയക്കും. ഇന്ന് രാത്രികാലം പറയട്ടെ, നല്ല ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയുടെ അനുഭവം പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അവരുടെ മക്കൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. സ്വത്രം. ഇന്നത്തെ കുഞ്ഞുങ്ങളെ, എടാ മോനെ ഇങ്ങോട്ട് വാടാന്ന് വിളിച്ച അവൻ അവിടെ നിന്നൊരു അമ്മ വേണേ ഇങ്ങോട്ട് വാ, എനിക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല. സ്വത്രം. പണ്ടങ്ങനെ ആയിരുന്നില്ല. മക്കളെ ഇഞ്ഞ് വന്നിരുന്ന് എടുത്തുകൊണ്ട് പറഞ്ഞാൽ അവൻ ഓടി വന്ന് എടുത്തുകൊണ്ട്. കാരണം അവൻ അന്ന് അപ്പനെ അമ്മയോട് സ്നേഹമുണ്ടായിരുന്നു. അന്ന് അപ്പനും അമ്മയോടും അവന് നല്ല ആത്മാർത്ഥം ഉണ്ടായിരുന്നു. ഇന്നോ
സ്വത്രം 15-16 വയസ്സാവാൻ നോക്കിയിരിക്കുക. അപ്പൻ്റെ നെഞ്ചത്തും അമ്മയുടെ നെഞ്ചത്തും ചവിട്ടിയിട്ട് കണ്ടവന്മാർ കൂടെ ഇറങ്ങിപ്പോവാൻ. അനേക മാതാപിതാക്കൾ ചങ്കുപൊട്ടി കരയുക തൻ്റെ മക്കളെ ഓർത്ത്, അവരുടെ ഭാവിയെ ഓർത്ത്, അവരുടെ പോക്ക് കണ്ടിട്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ വഴി നീയാണ് അവന് തിരഞ്ഞെടുക്കാൻ പ്രാപ്തനാക്കി കൊടുത്തത്. കാരണം അവനെ വളർത്തേണ്ടുന്നത് ദൈവവചനപ്രകാരം വളർത്തിയിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം അവനെ അനുഭവിച്ച് വളർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ, നീ നടന്നു വന്ന വഴിയും നീ കണ്ടതും കേട്ടതുമായ നല്ലതും ചീത്തയും അനുഭവങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നിന്നോടുകൂടെ ചേർത്ത് നിർത്തി വളർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. നിന്റെ തലമുറ ഓർത്ത് നീ വിലപിക്കേണ്ടി വരത്തുമില്ലായിരുന്നു. എന്നാൽ ഈ രാത്രിക്കാലം പറയട്ടെ, പറ്റിപ്പോയപ്പാ, തെറ്റിപ്പോയപ്പാ, എൻ്റെ കുറവാണെന്ന് സ്വയം സമ്മതിക്കാൻ തയ്യാറാവണം. അല്ലാതെ മറ്റുള്ളവർ കാരണമാണ്. സ്വത്രം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഇങ്ങനെ പറയും, അയ്യോ അവന്മാരുടെ കൂടെ എൻ്റെ കൊച്ചു കൂടിയത് കൊണ്ടാണ് എൻ്റെ കൊച്ചു നശിച്ചത്. സ്വത്രം അവന്മാരെന്ത് പഴച്ചു? സ്വത്രം അവന്മാരെന്ത് പഴച്ചു? നീയല്ലേ സ്വത്രം നിന്നെ നോക്കേണ്ടിയിരുന്നത്. സ്വത്രം എനിക്ക് ഒത്തിരി സ്നേഹിതരുണ്ട്. സ്വത്രം ഇവിടെയും ഉണ്ട്, നാട്ടിലുമുണ്ട്. കള്ളു കുടിക്കുന്നുണ്ട്, കഞ്ചാവ് കുടിക്കുന്നുണ്ട്, ബീഡി വലിക്കുന്നുണ്ട്, സിനിമ കാണുന്നവരുണ്ട്, ചീത്ത വിളിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് ഇവിടെയുണ്ട് സ്നേഹിതർ. ഞാൻ കേൾക്ക വിളിക്കുന്നുണ്ട്, കേൾക്കാതെയും വിളിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അവരോട് ആരോടും ഒരു ദേഷ്യവും ഇന്നുവരെയും തോന്നിയിട്ടില്ല, ഇനിയിട്ട് തോന്നത്തുമില്ല. ആരെ കണ്ട് ഹായ് ബ്രദർ, ഹായ് സഹോദര, ഹായ് സഹോദരി ഞാൻ വിളിക്കും. കാരണം അവരുടെ അറിവില്ലായ്മല്ല, അവരെ വാഴുന്ന, അവരുടെ മേൽ വ്യാപരിക്കുന്ന ആ പിശാചിൻ്റെ സാന്നിധ്യം അവരിൽ നിന്ന് പോകണമെങ്കിൽ അവരെ തള്ളിക്കളയാതെ അവരെ ചേർത്ത് പിടിച്ചാൽ അവർക്കൊരു മാനസാന്തരമുണ്ടാവും. സ്വത്രം ആ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൃപയിൽ നിന്നുകൊണ്ട് പറയണം, സ്നേഹിത, കുഞ്ഞ്, സഹോദര, മോനെ, ഇത് പാപമാ, ഇത് തെറ്റാ, അത് ചെയ്തുകൂടാ, അത് ദോഷമാ എന്ന് ബോധം വരുമാറ് ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ ഉപദേശിച്ചു കൊടുത്താൽ ഒരു തലമുറയും ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകുകയില്ല. സ്തോത്രം. എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം ഞാനിങ്ങനെ പറയാം. പണ്ടത്തെ അപ്പച്ചന്മാർ തൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ സ്വത്രം ദൈവത്തെ ആരാധിക്കണം, മക്കളെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേൾക്കണം, മക്കളെ പാസ്റ്റർ പറയുന്നത് അനുസരിക്കണം, മക്കളെ ദൈവത്തെ മുറുകെ പിടിക്കണം, മക്കളെ പ്രാർത്ഥിക്കണം. സ്വത്രം. ഏതപ്പച്ചന്മാരും ഏതമ്മച്ചിമാരും തൻ്റെ മക്കൾക്ക് അങ്ങനൊരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ ആ തലമുറ ഒന്നും നശിച്ചു പോയിട്ടില്ല. സ്വത്രം. ഇത് മക്കളെ കാണാൻ, മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം മക്കൾക്കൊരു നല്ല ഗ്ലാസ് പാലെടുത്ത് കൊടുത്ത് മക്കൾ കുടിയെന്ന് പറയാൻ അമ്മ വീട്ടിലില്ല. സ്വത്രം. വീട്ടുവേലക്കാരിയെ നിർത്തിയിട്ട് പറയും, കൊച്ചിനെ നോക്കിക്കോണേ. ആ സഹോദരി നോക്കും. സ്വത്രം. നോക്കാനല്ലേ പറഞ്ഞോളൂ, അവർ നോക്കും. സ്വത്രം. പിന്നെ അവർ എവിടെയാണെന്ന് എങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. സ്വത്രം. സ്വത്രം. വളർന്നു വന്ന് കഴിയുമ്പോൾ അപ്പൻ്റെ തലയിൽ അമ്മയുടെ തലയിലും കൈയിരിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി കൊടുത്തിട്ടും എനിക്ക് ഗതി വന്നല്ലോ. സ്വത്രം. നീ വരുത്തി വെച്ച വിനയാ കുഞ്ഞ് ഇത്, അല്ലാതെ നാട്ടുകാരും കൊണ്ടുവന്ന് തന്നതല്ല. നിൻ്റെ മക്കൾക്ക് വേണ്ടുന്ന ഉപദേശം തക്ക സമയത്ത് കൊടുത്ത് അത് പ്രകാരം നിന്നോടുകൂടെ ചേർത്ത് നിർത്തി വളർത്തിയിരുന്നെങ്കിൽ ഒരു ദോഷവും വന്ന് ഭവിക്കത്തില്ല. വിശുദ്ധ വചനം വ്യക്തമായി പറയുന്നു, നീതിമാൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് മക്കളെ കേട്ടുകൊള്ളുവിൻ, എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിപ്പീൻ. സ്വത്രം. സ്വത്രം. എന്താണ് പ്രബോധനം? ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേട്ട് ബുദ്ധിയുള്ളവരായിരുന്നാൽ ഒരു ശത്രുവും നിന്നെ തകർക്കുവാൻ ദൈവം വിട്ടുകൊടുക്കുക. നമുക്കൊരു വാക്ക് കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വത്രം. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോട് പറഞ്ഞു. സ്വത്രം. അപ്പോൾ നോക്ക്, ഇവിടെ വിശുദ്ധ തിരുവഴുത്തിൽ വ്യക്തമായി കാണുന്നുണ്ട് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. സ്വത്രം. നമുക്ക് നമ്മുടെ